Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. Okay, നിങ്ങൾ prayer ഒക്കെ start കഴിഞ്ഞോ? Yes. Prayer ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞില്ല മാം. Okay, please start. You can read the class. എന്നെ നോക്കി ഇരിക്കണ്ട. You can please. Yes. ആരാ prayer? എന്തു പറ്റി? ക്ലാസ് തന്നെയല്ലേ? ഒരു അനക്കൂല. ഞാൻ തന്നെയല്ലേ ഇന്ന് നിങ്ങൾക്ക് ക്ലാസ്സിൽ? വേറെ ആരുമില്ലല്ലോ അല്ലേ? യെസ്. ആരുമില്ലെങ്കിൽ നമുക്കൊരു സൈലന്റ് പ്രേയറോട് കൂടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പ്ലീസ്. ഓക്കെ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. നമ്മള് ഓൾമോസ്റ്റ് ഒരു ക്ലാസ് ഒക്കെ ഫിനിഷ് ആവുന്ന ഒരു ആയിക്കൊണ്ടിരിക്കുന്നു കോഴ്സ്. സോ നിങ്ങൾക്ക് ഞാൻ 10 ക്വസ്റ്റ്യൻസിന്റെ അസൈൻമെന്റ് തന്നിരുന്നോ? തന്നായിരുന്നു. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നല്ലോ അല്ലെ? എങ്ങനെ പറഞ്ഞു തന്നു? ഓക്കെ. സർവേ തന്നിരുന്നു? സർവേ തന്നു. പിന്നെ എല്ലാ റെക്കോർഡിന്റെ ഡീറ്റെയിൽസും കിട്ടി. 5th റെക്കോർഡിന്റെ കോപ്പിയും കിട്ടി, റൈറ്റ്? കിട്ടി. എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ടാക്കണം എന്നുള്ള ലിസ്റ്റ് കിട്ടിയോ? കിട്ടി. ഓക്കെ. ടേം 1 എക്സാമിനേഷൻ കഴിഞ്ഞു. ഇനി ടേം 2 വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, റൈറ്റ്? ഓക്കെ, സോ പ്രാക്ടിക്കൽ സെഷനും കഴിഞ്ഞു. ആൻഡ് നെക്സ്റ്റ് ബാച്ചിന്റെ പ്രാക്ടിക്കൽ സെഷൻ എന്ന് പറയുന്നത്, നെക്സ്റ്റ് ബാച്ച് എന്ന് പറയുന്നത് 13th MT13 അതിന്റെ പ്രാക്ടിക്കൽ സെഷൻ സെക്കൻഡ് സാറ്റർഡേ ആണ്, നവംബർ 8-ാം തീയതി. അവർക്ക് ആദ്യം വെച്ചിട്ട് 11, 12 രണ്ടാമതാണ് വെക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കൊരു മണിപ്പുരി കുട്ടിയുണ്ട് 13 ബാച്ചിൽ. അത് കഴിയുമ്പോൾ ഒരു ചെറിയൊരു സർജറി, ഒരു പ്രൊസീജിയർ പോലെയുണ്ട്. അതിനുവേണ്ടി അത് പോകും. പിന്നെ അത് നാട്ടിലേക്ക്, മണിപ്പൂരിലേക്ക് പോകും കേരളത്തിൽ നിന്ന്. സോ അതുകൊണ്ട് അതിന്റെ റിക്വസ്റ്റ് കൊണ്ടാണ് 13 ആദ്യം വെക്കുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ആവാം. ലാസ്റ്റ് ടൈം വരാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 8th പ്രാക്ടിക്കൽ സെഷൻ വെക്കുന്നുണ്ട്. യു ക്യാൻ ജോയിൻ. നേരത്തെ പറഞ്ഞത് വല്ല ടിക്കറ്റ് ബുക്ക് ചെയ്തൊക്കെ വരണ്ട. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഇൻഫോം യുവർ ക്ലാസ് ഓൾസോ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എവിടം വരെയായി? പിന്നെ ഞാൻ ഒരു ഇതും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാഗസിൻ പ്രിപ്പയർ ചെയ്യുന്ന കാര്യം. പറഞ്ഞില്ല. അത് മാൻഡേറ്ററി അല്ല, കമ്പൽസറി അല്ല. നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോൾ നമ്മള് സാധാരണയുള്ള ഒരു ഓഫ്ലൈൻ കോഴ്സ്, ഗ്രൗണ്ട് ലെവലിലുള്ള എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യാൻ കോളേജിലോ സ്കൂളിലോ ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു സ്റ്റുഡന്റ് മാഗസീൻ എന്ന് പറഞ്ഞ് ഇറക്കാറുണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ പല ബാച്ചുകളിലും ഞാൻ പറഞ്ഞു, എല്ലാവർക്കും എല്ലാ ബാച്ചൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇറ്റ്സ് യുവർ പേഴ്സണൽ ഇൻട്രസ്റ്റ് കേട്ടോ. താല്പര്യം ഇല്ലെങ്കിൽ വേണമെന്നില്ല. ഫസ്റ്റ് ബാച്ചുകാര് ചെയ്തു, 5th ബാച്ചുകാര് ചെയ്തു, 8th ബാച്ചുകാര് ഇപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട്. കോൺവെക്കേഷന്റെ ദിവസമാണ് അതിന്റെ പ്രകാശനം, അത് പ്രസന്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ ഡു. എല്ലാവരുടെയും എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രിബ്യൂഷൻസ് ആ മാഗസീനിൽ വേണം. നിങ്ങളൊന്ന് ആലോചിക്കും. പറ്റില്ലെങ്കിൽ വേണ്ട, ഒമിറ്റ് ചെയ്തോളൂ. കാരണം അത് പണിയുണ്ട്. പക്ഷെ അത് നമുക്കൊരു സന്തോഷം കൂടിയാണ്, നമ്മളുടെ ഒരു ഓർമ്മ. എല്ലാവരുടെയും കുറെ കാര്യങ്ങൾ അതിനകത്ത് വരും. അപ്പോഴാണ് പലരുടെയും പൊട്ടൻഷ്യലും മനസ്സിലാവുന്നത്. അപ്പോൾ മാഗസീനിൽ എഡിറ്റോറിയൽ ബോർഡൊക്കെ ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്കത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ
ഏത് ലാംഗ്വേജ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പ്രിഫറബിളി ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ മാഗസൈൻ്റെ മെയിൻ കാര്യങ്ങൾ നമ്മൾ ലൈക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ മലയാളത്തിൽ ആർട്ടിക്കിൾസ് ചെയ്യാം, ഹിന്ദിയിൽ ചെയ്യാം, അറബിയിൽ ചെയ്തിട്ടുണ്ട് കുട്ടികൾ. എന്നിട്ട് അതിന് ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും അത് അറിയണമെന്നില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ സ്റ്റോറീസ് ഇൻക്ലൂഡ് ചെയ്യാം, പോംസ് ഇൻക്ലൂഡ് ചെയ്യാം, പിന്നെ ചെറിയ ചെറിയ ഡോക്യുമെന്ററി പോലെ. ഇപ്പൊ മറിയ മോണ്ടിസോറിയെ പറ്റി എഴുതിയവരുണ്ട്, മറിയ മോണ്ടിസോറിയുടെ കോട്ട്സ് എഴുതിയിട്ടുള്ളവരുണ്ട്. ഹെൽത്തി ടിപ്സ് എഴുതാം, പിന്നെ റെസിപ്പീസ് കൊടുക്കാം, ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി അതിന്റെ എന്തെങ്കിലും ടിപ്സ്, അങ്ങനെയൊക്കെയുള്ള അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ സാധാരണ ഇൻക്ലൂഡ് ചെയ്യാറില്ലേ, അതൊക്കെ ചെയ്യാം. പിന്നെ ഈ എന്താ പറയാ, പക്ഷെ എല്ലാം ഒരേ ഇത് തന്നെ ആവരുത്. ലൈക്ക് ഇപ്പൊ കോട്സ് എന്ന് പറയുമ്പോൾ കുറേ പേര് കോട്സുമായിട്ട് വരിക, 10-12 അങ്ങനെയല്ല, കോട്സ് ഒരെണ്ണം, പിന്നെ അതുപോലെ ഹെൽത്തി ടിപ്സ് റെസിപ്പീസ് ഒരു 3-4 ആ ഒരു രീതിയിൽ അങ്ങനെയാന്ന് വെച്ചാൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു. ഇത് നിർബന്ധമല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഡ്രോയിങ് എന്തെങ്കിലും പിക്ചർ അങ്ങനെ അതും ഇൻക്ലൂഡ് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, സോ നമുക്ക് നമ്മൾ എവിടെ വരെ ക്ലാസ്? യെസ് പ്ലീസ്. യൂണിറ്റ് 3 കഴിഞ്ഞോ? പാർട്ട് 3-ലെ സെൽഫ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെ? നമ്മൾ ഫസ്റ്റ് 3 പാരഗ്രാഫ്സ് എന്തോ ഒരു വായിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മ. സോ ഇന്ന് ക്ലാസ് ലീഡ് ചെയ്യാൻ റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? യെസ്, എനിവൺ? ആരുമില്ല ക്ലാസ് ലീഡ് ചെയ്യാൻ? നോക്കിയിട്ട് റീഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ടോ? ഷെയർ ചെയ്തേട്ടോ. ഓക്കെ, നമ്മൾ എവിടെ വരെ വായിച്ചു? മീൻസ് എവിടെ വരെ പറഞ്ഞു? ഫിനിഷ് ആയിട്ടുണ്ട് മാം. സെൽഫ് കൺസ്ട്രക്ഷൻ തീർന്നോ? മാം അൺകോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും പറഞ്ഞായിരുന്നു, ഔട്ട്ലൈൻ പോലെ പറഞ്ഞായിരുന്നു, ഓൾമോസ്റ്റ് പറഞ്ഞായിരുന്നു. ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് അബ്സോർബൻ മൈൻഡ് എന്നുള്ള ടോപ്പിക് മാത്രമേ എടുക്കാനുള്ളൂ അല്ലെ? സെൻസിറ്റിവിറ്റിയുടെ നമ്മളെല്ലാം കഴിഞ്ഞു. സോ ഫാസ്റ്റ്. നെക്സ്റ്റ് അബ്സോർബൻ മൈൻഡ്. അബ്സോർബൻ മൈൻഡ് നമ്മൾ പറഞ്ഞു, കുട്ടികളുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു അബ്സോർബൻ മൈൻഡ് പോലെയാണ്, ഒരു സ്പഞ്ച് പോലെ. വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് മുഴുവനും വലിച്ചെടുക്കുന്ന പോലെ അവർ കാണുന്നതും കേൾക്കുന്നതും എല്ലാം അവർ ഫുൾ അങ്ങ് സ്റ്റോർ ചെയ്യും. അങ്ങനെയാണ് അവരുടെ മൈൻഡ്. അപ്പോ അതിന്റെ അൺകോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡുമായിട്ട് നമ്മൾ പറഞ്ഞു 3 years വരെ അവരുടെ അൺകോൺഷ്യസ് മൈൻഡ് ആയിരിക്കും, അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. ബട്ട് 3 yearsന് ശേഷം അവരുടെ കോൺഷ്യസ് മൈൻഡാണ്. നമ്മൾ ആലോചിച്ചാൽ നമുക്കും ഓർമ്മയുണ്ടാവും നമ്മളുടെ കുട്ടിക്കാലത്തെ കുറേ കാര്യങ്ങൾ. പക്ഷെ വളരെ ചെറുതായിരുന്ന സമയത്തുള്ളത് നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇത് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്തോളൂ. നിങ്ങൾ ലീഡ് ചെയ്യാൻ തയ്യാറായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ക്ലാസ് എടുക്കാം. യുവർ വിഷ്. അബ്സോർബൻ മൈൻഡ് എന്നുള്ള ഇൻട്രൊഡക്ഷൻ പറയുക, അൺകോൺഷ്യസ് മൈൻഡ് മുഴുവൻ വായിക്കണം. ആരാ ഉള്ളേ?
എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ ടേക്ക് ദ ക്ലാസ്. ആരും ഇല്ലേ? എന്ത് പറ്റി? ചെഡപ്പായോ? കുറെ വർക്കുകളും പരീക്ഷയും ഒക്കെ കൂടെ ഒന്നാകെ വിഷമിച്ചു മാം പോവാണോ? ഒന്ന് പേജ് നമ്പർ പറയാമോ? ആരെങ്കിലും ഒന്ന് പേജ് നമ്പർ പറയാമോ? കാരണം എൻ്റെ PDF പ്രിന്റ് ഔട്ട് ആയിട്ട് 110 പേജ് നമ്പർ 110. മാം ഇതൊന്ന് ക്ലാസ് കംപ്ലീറ്റ് ചെയ്തതാണ് കോൺഷ്യസ് മൈൻഡ് വരെ അന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ബ്രീഫിംഗ് ആണോ അതോ പറഞ്ഞത് ഫുൾ നമ്മൾ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആവശ്യമില്ല, ദാറ്റ്സ് ഇനഫ് ആക്ച്വലി. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് വായിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. വായിക്കണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അബ്സോർബൻ മൈൻഡ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അൺകോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും. ബർത്ത് തുടങ്ങി 3 years വരെയാണ് അൺകോൺഷ്യസ് മൈൻഡ്. 3 years തുടങ്ങി 6 years കോൺഷ്യസ് മൈൻഡ്. ആഫ്റ്റർ ദാറ്റ് ഇവിടെ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികളുടെ ഏജ് സ്പാൻ ആയതുകൊണ്ടാണ് 6 years എന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും നമ്മൾ അഡൾട്ട് ആകുന്നതും പ്രായമാകുന്നതും ഒക്കെ നമ്മളുടെ കോൺഷ്യസ് മൈൻഡ് തന്നെയാണ്. പിന്നെ ചില കണ്ടീഷൻസ് വരുമ്പോഴാണ് മറവി രോഗം, അതായത് അൽഷിമേഴ്സ്, ഡിമെൻഷ്യ അങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോഴാണ് നമ്മളുടെ മെമ്മറിക്ക് ഇഷ്യൂ വരുന്നത്. അല്ലാതെ നമ്മൾ ആഫ്റ്റർ 3 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രായം വരെ ആണെങ്കിലും കോൺഷ്യസ് മൈൻഡ് ആണ്. നമ്മൾ ബോധത്തോടു കൂടിയുള്ള ആ ഒരു ഓർമ്മകളും മനസ്സുമായിരിക്കും നമുക്കുണ്ടായിരിക്കുന്നത്. അപ്പൊ അൺകോൺഷ്യസ് മൈൻഡ് എല്ലാം തന്നെ അബ്സോർബ് ചെയ്യുന്നെങ്കിലും മൈൻഡ് ഫോം ചെയ്തിട്ടില്ല. മറിയ മോണ്ടിസോറി അതിനെ സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറഞ്ഞിരുന്നു. സാധാരണ അഡൾട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാളും ഡിഫറെന്റ് ആയിട്ടാണ് ഈ ഒരു പ്രായത്തിലെ കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾക്കറിയാം അമ്പിളിമാമനെ പിടിക്കാൻ പറ്റില്ല, നമുക്ക് അവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നതും ടഫാണെന്നറിയാം. പക്ഷെ ആ ഒരു ചെറിയ പ്രായത്തിലെ കുട്ടികളോട് അതിനെ നമുക്കൊരു ഏണി വെച്ച് പോകാം, അല്ലെങ്കിൽ ഒരു കയറ് കെട്ടി ഊഞ്ഞാലിനാടി സ്പീഡിലാടിയാൽ നേരെ അവിടെ ചെന്നെത്തും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അത് വിശ്വസിക്കും. അപ്പൊ നമ്മൾ അക്യൂർ ചെയ്ത നോളജും കുഞ്ഞുങ്ങളുടെ നോളജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. എല്ലാം അബ്സോർബ് ചെയ്യാണ്, അൺകോൺഷ്യസ്ലി അബ്സോർബ് ചെയ്യാണ്. അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്നുണ്ടായിരിക്കും. പിന്നീട് എപ്പോഴെങ്കിലും ആ ഒരു മെന്റൽ ഇമേജ് വെച്ചിട്ടായിരിക്കും പല കാര്യങ്ങളും ചെയ്യുന്നത്. അതൊരു ഫോമിലായിരിക്കും. പല കുട്ടികളിലും അത് പല രീതിയിലായിരിക്കും ഫോം ചെയ്ത് ഇങ്ങനെ രൂപപ്പെട്ട് ഇരിക്കുന്നത്. സറൗണ്ടിങ്സിൽ നിന്നാണ് കുട്ടികൾക്ക് എല്ലാം കിട്ടുന്നത്. സോ നമ്മൾ എപ്പോഴും കുഞ്ഞു വളരുന്ന സാഹചര്യം അത് അവന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന രീതിയിലുള്ള ന്യൂട്രിയൻസ് നിറഞ്ഞതായിരിക്കണം. എപ്പോഴും വഴക്കും അങ്ങനെ പേടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് അവൻ വളരുന്നതെങ്കിൽ അവന്റെ മൈൻഡ് ശരിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്യില്ല. ഈ സൈക്കോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ നമ്മൾ മൂവീസിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളതെങ്കിലും ബട്ട് റിയാലിറ്റിയിൽ സംഭവിച്ച പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ക്രൂവലായിട്ട് ബിഹേവ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ടീച്ചർ, അവരുടെ ആ സറൗണ്ടിങ്സ്, അവർ വളർന്ന സാഹചര്യത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് പലപ്പോഴും വരാറുണ്ട്. അങ്ങനെ ഒരു 3 years ഒക്കെ കഴിയുമ്പോൾ അൺകോൺഷ്യസ് മൈൻഡ് പതുക്കെ കോൺഷ്യസ് മൈൻഡ് ആയിട്ട് റീപ്ലേസ് ആവുകയാണ്. അപ്പോഴും നോളജ് എല്ലാം അപ്പോഴും അബ്സോർബൻ മൈൻഡ് തന്നെയാണ്. എല്ലാം വീണ്ടും അബ്സോർബ് ചെയ്യുന്നു, ബട്ട് കോൺഷ്യസ് ആണ്, ഓർമ്മയുണ്ടാകും. ഈ ഒരു സമയത്താണ് സെൽഫ് കൺസ്ട്രക്ഷൻ, ആ ഒരു അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഏജ് സ്പാൻ വളരെ പ്രൊമിനന്റ് ആണെന്ന് പറയുന്നത്. ഈ ഒരു ഏജിൽ അവരുടെ പ്രോഗ്രസ്, എല്ലാ ലെവലിലുമുള്ള പ്രോഗ്രസ് വളരെ നല്ല രീതിയിലായിരിക്കും പോകുന്നത്. ആ സമയത്ത് റൈറ്റിംഗ്, റീഡിങ്, പല ഫണ്ടമെന്റൽ ഐഡിയാസ്, നമ്പേഴ്സിനെ കുറിച്ച് അങ്ങനെ പല കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി വിത്തൗട്ട് ടയർഡ്നെസ്, വിത്തൗട്ട് ഫാറ്റിക് അവൻ മനസ്സിലാക്കുന്നു. ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ടൈമാണ്. വേറൊരു ഏജിലും കുട്ടികൾക്ക് ഈ ഒരു പ്രോഗ്രസ് ഉണ്ടാകണമെന്നില്ല. ഈ ഒരു സമയത്തെ പ്രോഗ്രസ് ആണ് അടുത്തടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ബാക്കിയായിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇത് ശരിക്കും ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി 3 to 6 years ഡെവലപ്മെന്റ് ഓഫ് വിൽ എല്ലാം നമ്മൾ പറഞ്ഞു പോയതായിരുന്നു. ഓക്കെ, ഇത് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്.
എന്നുവെച്ചാൽ മറിയ മോണ്ടിസോറി പ്രിപ്പയർ ചെയ്ത എൻവിയോൺമെന്റ് അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു ടൈം ഒക്കെയാണ് നമ്മൾ ഇതിനൊപ്പം തന്നെയാണ് നിങ്ങൾ പ്രാക്ടിക്കൽസും ചെയ്തു പോയത് അല്ലെ. അപ്പൊ ആ ഒരു പ്രിപ്പയർഡ് എൻവിയോൺമെന്റ് എങ്ങനെയാണ് നമ്മൾ നമ്മളുടെ വീട്ടില് നമ്മുടെ സ്കൂളില് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ എൻവിയോൺമെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ് നെക്സ്റ്റ് ടോപ്പിക്. ആരെങ്കിലും അത് റീഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ടോ? സെവൻത് യൂണിറ്റ് ആണ് കേട്ടോ. എനിക്കിനി ഈ ഒരു പാർട്ടില് എന്തൊക്കെയാണ് ഇനി എടുക്കാനുള്ളത്? സെവനും 10ഉം ഞാനാണ്. ബാക്കിയുള്ള യൂണിറ്റ്സിന്റെ അവസ്ഥ എന്താ? ഹലോ മൂവ്മെന്റ് ഞാൻ ഡെയിലി ക്ലാസ്സിൽ കയറാറില്ല. ഇതില് മാർക്ക് ചെയ്യാത്തത് മൂവ്മെന്റ് മാർക്ക് ചെയ്തിട്ടില്ല. 8ഉം 9ഉം 10ഉം ആണ് മാർക്ക് ചെയ്യാത്തത്. പിന്നെ അതൊക്കെ എടുത്തുക്കണോന്ന് എനിക്കറിയില്ല. മാം പറഞ്ഞത് മാം 3rd 4th 7 and 10 ജിഷ മാം എടുക്കുന്നെന്ന് പറഞ്ഞത്. 3rd ഉം 4th നമ്മൾ കഴിഞ്ഞു. ഈ 7ഉം 10ഉം ആണ് ബാലൻസ് ഉള്ളത്. സോ 7 നമ്മളിപ്പോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്. ഓക്കെ, ഇനി എടുക്കാനുള്ളത് 2ഉം 6ഉം 8ഉം ആണ് മാം. 2 എടുക്കാനുണ്ട്, 6 ഉണ്ട്, പിന്നെ 8. 2, 6 വളരെ 9 എടുക്കുന്നുണ്ട്. 9 ഉണ്ടോ? അത് എടുക്കുന്നുണ്ട്, ഇപ്പൊ പ്രസന്റ് എടുക്കുന്നുണ്ട്. ടെൻഡൻസ് ഓഫ് മാൻ, മിൽഡ്രോസ് മാം. ഓക്കെ, മൂവ്മെന്റ് അല്ലേ, റൈറ്റ്. ഓക്കെ, കുഴപ്പമില്ല. 7ഉം 10ഉം ഞാൻ എന്തായാലും ഫിനിഷ് ചെയ്യാം. അത് കഴിയുമ്പോൾ ഈ ഒരു പാർട്ടിന്ന് തീരാനുണ്ടെങ്കിൽ അഗെയിൻ ഞാൻ ആ ഒരു ടോപ്പിക്സ്, ആ യൂണിറ്റ്സ് എടുക്കാം. പിന്നെ മെയിൻ എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് ഒരു റിഫ്രഷിംഗ് സെഷൻ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പാർട്ട് 3 ആയിരിക്കും. സെഷൻ ഞാനെന്ന് തരുന്നത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു പാർട്ടാണ്. പാർട്ട് 3യിലെ യൂണിറ്റ്സ് ആണ്. അപ്പൊ ഞാൻ എടുക്കുന്ന 3, 7, 10 കൂടാതെ വേറെ ഏതെങ്കിലും ടോപ്പിക്സ് വേണമെങ്കിൽ നിങ്ങൾ എന്നെ ഇൻഫോം ചെയ്യണം. അതിപ്പോ പാർട്ട് 1ന്നാണെങ്കിലും 2ന്നാണെങ്കിലും 4ന്നാണെങ്കിലും എന്നെ ഇൻഫോം ചെയ്യണം. കൂടുതലുണ്ടെങ്കിൽ കൺസേൺ ടീച്ചേഴ്സ് ആയിരിക്കും ചിലപ്പോൾ ആ റിവിഷൻ തരിക കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു റിഫ്രഷിംഗ് സെഷൻ രാത്രി ആയിരിക്കും തരിക, പകലായിരിക്കില്ല. എല്ലാവർക്കും ജോയിൻ ആവാൻ വേണ്ടിയിട്ടാണ് നൈറ്റ് അത് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. സോ യൂണിറ്റ് 7 മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ്. ഈ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ് മറിയ മോണ്ടിസോറി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ ഒരു കാസാഡെ മാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ, ചിൽഡ്രൻസ് ഹൗസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിലെ എൻവിയോൺമെന്റ് ഡിസൈൻ ചെയ്തിരുന്നു. പക്ഷെ ഓരോരോ സമയം കഴിയുന്തോറും, അതായത് കുട്ടികളുടെ രീതികൾക്കനുസരിച്ച് അതിനെ അപ്ഡേറ്റ് ചെയ്യുകയും അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. കുട്ടികളുടെ നീഡ്സ് അനുസരിച്ച് അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിരുന്നു. ആദ്യം അവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഷെൽഫായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് ഓപ്പൺ ഷെൽഫാക്കി. എല്ലാം ചൈൽഡ് ഫ്രണ്ട്ലി ആണ്, ചൈൽഡ് സൈസ്ഡ് ആണ്. അപ്പൊ ഈ ഒരു ഷെൽഫ് അങ്ങനെ ഓപ്പൺ ആക്കാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു. അത് ഷെയർ ചെയ്തെന്ന് തോന്നുന്നു അല്ലെ, പറഞ്ഞിരുന്നോ? അപർണ മിസ് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. കാൻഡിഡ എന്ന് പറഞ്ഞ ഒരു അസിസ്റ്റന്റ്, മറിയ മോണ്ടിസോറിയുടെ അസിസ്റ്റന്റ് അത് ലോക്ക് ചെയ്യാൻ മറന്നുപോയത്, അതാണോ പറഞ്ഞത്? അതന്നെയാ. ഓക്കെ. അപ്പൊ അങ്ങനെ ഓരോരോ ഇൻസിഡൻസ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഇൻസിഡൻസ്, ആക്സിഡൻസ്, ഇതെല്ലാം കാരണമാണ്. ഇതെല്ലാം ഈ പ്രിപ്പയർഡ് എൻവിയോൺമെന്റിനെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലും നമ്മളുടെ സ്കൂളിലും. നമുക്കിപ്പോ വീട്ടില് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടാകുമ്പോൾ നമ്മളും പുതിയ അച്ഛനും അമ്മയും തന്നെയാണ് അല്ലെ, പുതിയ പാരന്റ്സ് ആണ്. നമ്മുടെ റോളും പുതിയതാ. രണ്ടാമതൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിക്ക് നമ്മൾ പുതിയതാ. അപ്പോ ഓരോ കുഞ്ഞിനും പുതിയ പാരന്റ്സിനെ പോലെ തന്നെ നമ്മൾ പെരുമാറണം. ആദ്യത്തെ കുട്ടിയുടെ അതേ രീതി തന്നെ നമുക്ക് രണ്ടാമത്തെ കുട്ടിയിൽ ഒരു പക്ഷെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ സ്കൂളിലും. ഓരോ കുട്ടിയും യുണീക്കാണ്, ഇൻഡിവിജ്വൽ ആണ്. അവർ ഓരോരുത്തർക്കും നമ്മൾ ഓരോരുത്തരായിട്ട് മാറണം. ആ ഒരു രീതിയിൽ വേണം ഈ പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ നമ്മൾ കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് ചെയ്യാനാണെങ്കിലും കുട്ടികളുമായിട്ട് ഡീൽ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം മറിയ മോണ്ടിസോറി പറയുന്നത് ഈ ഒരു എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡറി ലൈഫാണ് കുട്ടികൾക്കുള്ളത്. അതായത് അവരവരുടെ ലൈഫിന്റെ ഒരു
നല്ലൊരു ഭാഗം ചെലവഴിക്കുന്ന ഒരു സ്ഥലമാണല്ലോ. സ്കൂളിലാണ് ശരിക്കും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ സ്കൂളിലാണ് അവർ മോർ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം സ്കൂളിൽ അവർ പോകണം. ഇവിടെ അതൊക്കെ എടുത്ത മോന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനുണ്ട് കേട്ടോ. മിക്ക ദിവസവും ഇവന് ആബ്സെന്റാ. ഞാൻ ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പില് ടീച്ചേഴ്സ് മെസ്സേജ് ഇടും ആരൊക്കെയാണ് അന്നത്തെ ആബ്സെന്റ് എന്നുള്ളത്. മിക്ക ദിവസവും ഈ കുട്ടി ആബ്സെന്റ് ആണ്. അപ്പൊ അങ്ങനെ ഞാൻ മോനോട് ചോദിക്കും, മോൻ എന്താ ഇന്ന് വരാത്തെന്ന് നിനക്ക് അറിയുമെന്ന് ചോദിക്കും. മോൻ അറിയില്ല എന്ന് പറയും. അപ്പൊ ഒരു ദിവസം ആബ്സെന്റ് ആയപ്പോ മോൻ എന്നോട് പറഞ്ഞു, അവൻ ഇന്ന് ആബ്സെന്റ് ആയിരുന്നു, അവൻ എന്താ വരാത്തെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാമോ. അങ്ങനെ ഞാനും അവനും കൂടെ അവിടെ ചെന്നു. അപ്പൊ അവൻ ഉമ്മർത്ത് നിൽക്കണ്ട കേട്ടോ. അത് ചോദിച്ചപ്പോ പറഞ്ഞു ചുമ്മാ വെറുതെ അവനങ്ങ് ലീവ് എടുക്കുകയാണ്. അപ്പം എനിക്കത് അവന്റെ പാരന്റ്സിനോട് സംസാരിക്കണമെന്നുണ്ട്. കാരണം 9th നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 10th ആണല്ലോ. അപ്പം അവൻ വെറുതെ ലീവ് എടുക്കുക, അതെന്താന്നറിയില്ല. അപ്പം അടുത്ത വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു അവൻ പഠിക്കുകയും ചെയ്യും, പഠിക്കുന്ന ഒരു കുട്ടിയാണ്, നല്ലപോലെ സ്ട്രഗിൾ ചെയ്യുകയും ചെയ്യും, അങ്ങനെയുണ്ട്. അപ്പൊ പക്ഷെ അവന് സ്കൂളിൽ പോവാൻ എന്തോ ഒരു മടി, എന്താന്നറിയില്ല. ചോദിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് അവന്റെ അമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലിലായത്. ഇന്നിപ്പോ ഞാൻ ചെന്ന് അവനോട് റെഡിയായി നിൽക്കണം, നിങ്ങൾ രണ്ടുപേരും, അമ്മ സ്കൂട്ടറിൽ കൊണ്ടാക്കാറാണ് പതിവ്, രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഞാൻ സ്കൂളിലേക്ക് അയക്കാന്ന് പറഞ്ഞിട്ട് അവനെ റെഡിയാക്കിച്ച് രണ്ടുപേരും കൂടെ പോയിട്ടുണ്ട്. നാളെ റെഡി ആയിക്കോളണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പതുക്കെ അവനോട് തന്നെ ചോദിക്കാന്ന് വിചാരിച്ചു, അവൻ എന്തെങ്ങനെ ആബ്സെന്റ് ആവണേ എന്നുള്ള രീതിയിൽ. അപ്പൊ ഓക്കെ, അപ്പൊ അങ്ങനെ കുഞ്ഞുങ്ങൾ ഈ ഒരു എൻവയോൺമെന്റിലൂടെ കടന്നു പോകണം എന്ന് തന്നെയാണ്. കാരണം സ്കൂള് കഴിയുമ്പോഴാണ് പലപ്പോഴും കുട്ടികൾക്ക് മനസ്സിലാവുന്നത് എത്ര നല്ല കാലഘട്ടമായിരുന്നു, അത് മിസ്സാക്കരുതല്ലോ ആ ഒരു രീതിയിൽ. അത് മാത്രമല്ല, അവരുടെ കുറേ ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് സ്കൂള് തന്നെയാണ്. കോളേജും ഹയർ സ്റ്റഡീസിലൊന്നും അല്ല. കുറേ അവരുടെ ഡെവലപ്മെന്റ്, അവരുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗങ്ങൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് ഈ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ തന്നെയാണ്. അതിലെ ഈ ഒരു പ്രീ സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നതാണ് എല്ലാ ഡെവലപ്മെന്റിന്റെയും ഒരു അടിത്തറ എന്ന് പറയുന്നത്, ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് റീഡ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത് ആരാ? ആ ഒരു ബുള്ളറ്റ് പോയിന്റ്സ് ഇങ്ങനെ താഴെയുണ്ട്, അതിന് മുൻപിൽ വരെ വായിക്കണം. അത് കഴിഞ്ഞ് ബുള്ളറ്റ് പോയിന്റ്സ് ഒരാൾ വായിക്കണം കേട്ടോ, മുഴുവനും. കുറച്ച് ഭാഗമായിട്ട് വായിക്കാനുള്ള ടൈമെല്ലാം നമ്മളുടെ കഴിഞ്ഞു. സോ അത് വായിക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ യു ക്യാൻ എക്സ്പ്ലെയിൻ. ഐ ഡിഡ്ന്റ് മീൻ ദാറ്റ് വേർഡ് മീനിങ് ആയിട്ട് പറയരുത്. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് അതുമായിട്ട് കണക്ട് ചെയ്ത് പറയാം. ഇനി വായിക്കുന്ന ഒരാളാണ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേറൊരാളാണ് റെഡിയെങ്കിൽ അങ്ങനെയായാലും പ്രശ്നമില്ല. യെസ് പ്ലീസ്, ഇവിടെ വരെ വായിച്ചോളൂ, ഫ്രം ദ എൻവയോൺമെന്റ് വരെ. ഫസ്റ്റ് വലിയ പാരഗ്രാഫും ഈ ഒരു 3 സെന്റൻസ് വരുന്ന പാരഗ്രാഫും പ്ലീസ്. യെസ്, വായിക്കാൻ വരൂല്ലേ? എന്തിട്ട് ഞാൻ രാഖിനെ റിജോയെ കൊണ്ട് വായിപ്പിക്കും, നിങ്ങളെ ടെക്നിക്കലി സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഓഫീസിലെ ഉള്ളവര് ആരുമില്ലെങ്കിൽ. ഞാൻ വായിക്കാം മാം. പ്ലീസ്. Montessori prepared environment. To help the little ones in their constructive work, we have to create a place where sensitive period, human tendencies and planes of development are being watched. A place where each child works at their own rate as per to their own interests. The Montessori prepared environment is perfect, which improves the children's inner discipline, concentration, belief in themselves, and belief in each other. They involve a sense of responsibility and admiration for the world and the things and people within it. A real Montessori environment helps the child in the construction of their own life, a fulfilled life that is a part of the greater good. Montessori was of the view that a Montessori environment should be a loving area, that teachers should watch children and make needful change to the environment to suit the children's requirements. The Montessori environment should be a nourishing place to meet the child requirement for self-concentration. All barriers to the child's developments should be taken away from the environment. ഓക്കെ, സോ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് അതൊരു നറിഷിംഗ് പ്ലേസ് ആണല്ലേ? എന്ന് വെച്ചാൽ എന്താ പറയില്ലേ, പോഷക സമൃദ്ധം.
വളർച്ചയ്ക്ക് കാരണമാകുന്ന എല്ലാ ഫാക്ടേഴ്സുമുള്ള നല്ലൊരു നറിഷിംഗ് പ്ലേസ് ആണ് മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അത് മാത്രല്ല അവിടെ ലവ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊരു ലവിങ് ഏരിയ കൂടിയാണ്. പിന്നെ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളുമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് ചൈൽഡ് ഫ്രണ്ട്ലി. സാധാരണ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡാഷ് പ്ലേസ്. ഓപ്ഷൻസ് ഉണ്ടാകും: നറിഷിംഗ് പ്ലേസ്, ലവിങ് ഏരിയ, ചൈൽഡ് ഫ്രണ്ട്ലി. പിന്നെ ഫോർത്ത് ഓപ്ഷൻ ആയിട്ട് ഓൾ ഓഫ് ദീസ് എന്ന് കാണും. അപ്പൊ ആൻസർ നമുക്ക് ഒട്ടും ടെൻഷൻ ഇല്ലാതെ ആൻസർ ചെയ്യാൻ പറ്റും. എന്താ ആൻസർ? all of this. അത് ഒരു നറിഷിംഗ് ഏരിയ ആണ്. കുട്ടികൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫാക്ടേഴ്സും ഉള്ളത്. അവർക്ക് സ്നേഹം മാത്രം അവിടെ കിട്ടുന്നുള്ളൂ. അവരും പരസ്പരം സ്നേഹിക്കുന്നു, അവരെയും സ്നേഹിക്കാൻ ആളുണ്ട്. ലവ്, ടു ബി ലവ്ഡ്, ടു ലവ് എല്ലാം നടക്കുന്നു. സോ ഇറ്റ്സ് എ ലവിങ് ഏരിയ. ദെൻ എല്ലാം അവരുടെ ഇഷ്ടത്തിന് പറ്റുന്ന രീതിയിലാണ് എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. ചൈൽഡ് ഫ്രണ്ട്ലി ആണ്. അപ്പൊ ഇതെല്ലാമാണ് ഒരു മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടിയുടെ സെൽഫ് കൺസ്ട്രക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അവന്റെ ലൈഫിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണിത്. അപ്പൊ അത് ഫുൾഫില്ല് ചെയ്യാൻ, എല്ലാ കാര്യങ്ങളിലും ഫുൾഫില്ല് ചെയ്യാവുന്ന രീതിയിലാണ് ആ എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. മറിയ മോണ്ടിസോറി ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു എൻവയോൺമെന്റ് നമ്മുടെ പ്രപഞ്ചത്തിന്റെ, യൂണിവേഴ്സിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആണ്. അതായത് പുറത്തെ ലോകത്തേക്ക് കുട്ടി ഇറങ്ങുമ്പോൾ അവിടുത്തെ പല കാഴ്ചകളും ഇവന് പരിചിതമായിരിക്കും. കാരണം ഓൾറെഡി ആ ഒരു എൻവയോൺമെന്റില് അതിന്റെ എല്ലാ മോഡൽസും അവൻ കണ്ടു കഴിഞ്ഞു. ഒരു ചെറിയ വേർഷനിലാണെന്ന് മാത്രം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ അതിൻ്റെതായ എല്ലാ വലിയ കാര്യങ്ങളും കാണുവാണ്. പിങ്ക് ടവർ, അവൻ്റെ ടവർ എങ്ങനെയാന്ന് മനസ്സിലായി. അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ വലിയ വലിയ ടവേഴ്സ് കാണുമ്പോൾ അവനറിയാം, അവൻ ആ ഷേപ്പ് ഓൾറെഡി അവൻ അറിഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ എന്തെല്ലാം ഉണ്ടോ പുറം ലോകത്ത്, അതിന്റെ എല്ലാം ഒരു മിനിയേച്ചർ വേർഷനാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലുള്ളത്. ഓക്കെ, മറിയ മോണ്ടിസോറി ഈ ഒരു എൻവയോൺമെന്റില് പല കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ട്, എസെൻഷ്യൽ ആയിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. അതെന്തെല്ലാമാണെന്നാണ് നെക്സ്റ്റ് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഇപ്പൊ പറഞ്ഞ കാര്യമായിട്ട്? യെസ്. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. ബുള്ളറ്റ് പോയിന്റ്സ് കുറച്ച് വരുന്നുണ്ട്. ആ ബുള്ളറ്റ് പോയിന്റ്സ് മുഴുവൻ വായിക്കാം. 1 2 3 4 5 6 7 8 പോയിന്റ്സ് ഉണ്ട്. ആ 8 ബുള്ളറ്റ് പോയിന്റ്സും റീഡ് ചെയ്യാൻ ആരെങ്കിലും റെഡി ആണെങ്കിൽ വന്നോളൂ. Yes, please. She considered the environment as secondary to life itself. It can modify in that it can help or hinder, but it can never create. The origins of the development, both in the species and in the individual, lie within. The child then does not grow as he happens to be put in a nourishing environment. He grows because the potential life within him develops, making itself visible. Second point, the environment should be carefully planned for the child by a knowledgeable and sensitive adult. The adult must be a participant in the child's living and growing within the designed environment. In the Montessori environment, the child must be helped in his development by the following methods. He must be aided towards freedom through his environment. He should be given activities that prompt independence. He should not be helped by others in acts he can perform for himself. He should be taught self-help skills like buttoning, zipping, putting on shoes, and other activities that aid him towards freedom. All material and furniture should be of the exact size for children. This will give children the power over the materials. The furniture should be of the child's height. As everything suits the child, he feels secure and loved. The child must be helped in developing discipline by giving him chances for constructive work. The child must be helped in developing a clear understanding of good and evil. ഓക്കെ, പ്ലീസ്. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? നിങ്ങൾക്ക് ഇതുമായി കണക്ട് ചെയ്തതിന് പറയാനുണ്ടോ? യെസ്.
ഓക്കെ, സോ ഈ ഒരു എൻവയോൺമെന്റിനെ സെക്കൻഡറി ടു ലൈഫ്, അതായത് നമ്മളെപ്പോഴും സ്കൂളിനെ ഒരു സെക്കൻഡ് ഹോം, ടീച്ചർ എന്ന് പറയുന്ന ഒരു രണ്ടാമത് ഉള്ള ഒരു അമ്മയാണ്, ആ ഒരു രീതിയിലൊക്കെ പറയുന്ന പോലെ മറിയ മോണ്ടിസോറി പറഞ്ഞത് ഈ ഒരു എൻവയോൺമെന്റ് കുട്ടികളുടെ ലൈഫിലേക്ക് ഒരു സെക്കൻഡറി പാർട്ട് തന്നെയാണ്. ഇത് കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നു. ലൈക്ക് നമ്മള് കുട്ടികൾ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അവർക്ക് ഫ്രീഡം കൊടുക്കുമ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് കുട്ടികൾ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോഴാണ് കുട്ടി ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള നമ്മൾ ഹെൽപ്പ് ചെയ്യുമോ, നമ്മളുടെ ഒരു ഇന്റർവെൻഷൻ ചില സമയത്ത് കുട്ടിയുടെ ഈ ഡെവലപ്മെന്റിനെ തടസ്സപ്പെടുത്താം, ഹിൻഡർ ചെയ്യാം, ബ്ലോക്ക് ചെയ്യാം. അത് ശരിക്കും അവൻ ഗ്രോ ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം അവരെ ആ ഒരു നറിഷിങ് എൻവയോൺമെന്റിലാണ് നമ്മൾ അവരെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവിടെ അവർക്ക് തന്നെത്താനെ ഡെവലപ്പ് ആകാനുള്ള എല്ലാ ഫാക്ടേഴ്സും ഉണ്ട്. അപ്പൊ കുട്ടി തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ അവനെ കൊണ്ട് തന്നെ ചെയ്യിക്കാതെ നമ്മളായിട്ട് ചെയ്യുമ്പോഴേക്കും അത് അവന്റെ ഡെവലപ്മെന്റിന് തടസ്സമാകുന്നു. അവന്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ മാക്സിമം ഉപയോഗപ്പെടാതെ വരുന്നു. ഈ എൻവയോൺമെന്റ്, ഇപ്പൊ ഇങ്ങനെ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റ്, ഒരു മോണ്ടിസോറി സ്കൂള് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനകത്തെ ക്ലാസ് റൂം എന്ന് പറയുന്നതാണല്ലോ ഈ ഒരു എൻവയോൺമെന്റ്. ഇത് വളരെ അറിവുള്ള ഒരാള്, ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തി, അറിയാവുന്ന ഒരു അഡൾട്ട് ആയിരിക്കണം ഈ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ, ഡിസൈൻ ചെയ്യാനായിട്ട്. ആ ഒരു ഡിസൈൻഡ് എൻവയോൺമെന്റിൽ അഡൾട്ട് ഒരു പാർട്ടിസിപ്പന്റ് തന്നെയാണ്. പക്ഷെ പലപ്പോഴും ആക്റ്റീവ് കുട്ടിയായിരിക്കും, അഡൾട്ട് പാസീവായി നിന്ന് കുട്ടിയെ ഒബ്സർവ് ചെയ്യുള്ളൂ. ഈ ഒരു എൻവയോൺമെന്റിലൂടെ കുട്ടിക്ക് വേണ്ടുന്ന ഫ്രീഡം കൊടുക്കുന്നു. അങ്ങനെ അവൻ പല കാര്യങ്ങളും ആ ഫ്രീഡം യൂസ് ചെയ്ത് അവന്റെ ആ ഒരു എയിമിലേക്ക് എത്താവുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവന്റെ ഇൻഡിപെൻഡൻസ് മാക്സിമം യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് അവന് പ്രൊവൈഡ് ചെയ്യുന്നു. അവന് തന്നെ കാര്യം പെർഫോം ചെയ്യാനായിട്ട് പറ്റും. തന്നെ പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കുട്ടിയെ നമ്മളായിട്ട് പോയി കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് തടസ്സപ്പെടുത്തരുത്. പിന്നെ അതുപോലെ നമുക്കറിയാം ഡ്രസ്സിംഗ് ഫ്രെയിംസ് നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമായിരിക്കും. ഡ്രസ്സിംഗ് ഫ്രെയിംസ് കണ്ടിട്ടുണ്ട് അന്നത്തെ ക്ലാസ്സിൽ, ഓൺലൈൻ ക്ലാസ്സിലും ഓഫ്ലൈൻ ക്ലാസ്സിലും കണ്ടിട്ടുണ്ട്. ആ ബട്ടണിങ് ഫ്രെയിം, സിപ്പ് ഫ്രെയിം, ബെൽറ്റ് ഫ്രെയിം, പിന്നെ അങ്ങനെ പലതും എങ്ങനെയാണ് ഇടുന്നതും അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതും. അപ്പൊ അങ്ങനെയുള്ള ഡ്രസ്സ്, ബാഗൊക്കെ വരുമ്പോൾ അത് അവർക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അവരുടെ ആ ഒരു ഫ്രീഡം കൊടുക്കുമ്പോൾ മാത്രമാണ്, ഈ ആക്ടിവിറ്റീസ് കൊടുത്ത് അവർക്ക് ആവശ്യത്തിനുള്ള ഫ്രീഡം കൊടുക്കുമ്പോഴാണ് അവരിത് പ്രാക്ടീസ് ചെയ്ത് അവരുടെ ആ ഒരു ലൈഫ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്തു വരുന്നത്. എല്ലാ മെറ്റീരിയൽസും അതുപോലെ തന്നെ ഫർണിച്ചറും ശരിക്കും കുട്ടികൾക്ക് പറ്റുന്ന സൈസിലുള്ളതായിരിക്കും. വളരെ സ്ട്രോങ് ആയിട്ടും കുട്ടികൾക്ക് പറ്റുന്ന സൈസിലുള്ളതായിരിക്കും. അങ്ങനെയാകുമ്പം അവർക്കത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പം, അനായാസിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കുട്ടിക്ക് വളരെ ഒരു സെക്യൂർ ഫീലിംഗ് വരും. അവന് പറ്റാത്ത രീതിയിലുള്ള ഫർണിച്ചറുകളൊക്കെ ആണെങ്കിൽ, ഇപ്പോ ഒരു മെറ്റീരിയൽസ് വെച്ചിരിക്കുന്ന ബോക്സ് അവനെ കൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ അവന് ഒട്ടും ഒരു വല്ലാണ്ടൊരു ഡിസ്റ്റർബ്ഡ് ആയിപ്പോവും. അതേസമയം അവന് തന്നെത്താൻ അത് ചെയ്യാനായിട്ട് പറ്റുന്നതാണെങ്കിൽ സോ വിൽ ബി വെരി ഹാപ്പി ആൻഡ് സെക്യൂർ. അപ്പൊ ഇങ്ങനെ നമ്മൾ പറഞ്ഞു ഫ്രീഡം കൊടുക്കുന്നു, സോ കുട്ടി ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ അവന് ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള, ചൂസ് ചെയ്യാനുള്ള ഫ്രീഡവും അവനോട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അവൻ വളരെ അറ്റൻഷനോടുകൂടി, കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ ഇരുന്ന് ചെയ്യും. അങ്ങനെ അവന് സെൽഫ് ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യുവാണ്. പിന്നെ വെറുതെ അതും ഇതുമുള്ള ടോയ്സ് അല്ല മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ. മറിയ മോണ്ടിസോറി അത്രയും അനലൈസ് ചെയ്ത്, റിസർച്ച് ചെയ്ത്, ഡിസൈൻ ചെയ്ത്, വളരെ സയന്റിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് ആണ്. അത് കുട്ടിയുടെ സെൽഫ് കൺസ്ട്രക്ഷന് വളരെയധികം ആ ഒരു ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഗുഡ് ആൻഡ് ഈവിൾ എന്നുള്ളത് കുട്ടി ആ ഒരു എൻവയോൺമെന്റിൽ മനസ്സിലാക്കും. അത് ഡെവലപ്പ് ചെയ്ത് വരണം കുട്ടിക്ക്. അത് ഈവിൾ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഫെസിലിറ്റേറ്റർക്ക്, നമ്മൾ ഈ ഒരു ടീച്ചേഴ്സിന് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന് അവർക്ക് ഇടപെടാം തന്നെ ഈവിൾ എന്നുള്ളത് എൻവയോൺമെന്റിൽ നിന്നും എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുന്നതിന് പോലെ കുട്ടിയെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുക. ഓക്കെ,
ഗുഡ് ആൻഡ് ഈവിൾ എന്നുള്ളത് മനസ്സിലാക്കുന്നത് ത്രൂ ദിസ് എൻവിയോൺമെന്റ് ആണ്. അത് മനസ്സിലാക്കിക്കുക. അപ്പൊ ഈവിൾ നടന്നാലും മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ല. കാരണം കുട്ടികൾക്ക് ഭയങ്കര ഫ്രീഡം ആണല്ലോ മോണ്ടിസോറി എൻവിയോൺമെന്റിൽ എന്തും ചെയ്യാലോ എന്നുള്ളതല്ല. ഈവിൾ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇടപെട്ട് അത് മാറ്റുക തന്നെ വേണം. അപ്പൊ സ്പെഷ്യലി ഡിസൈൻഡ് ക്ലാസ് റൂമും മെറ്റീരിയൽസും പിന്നെ ഡയറക്ടേഴ്സ് വളരെ എന്താ പറയുക കേപ്പബിൾ ആയിട്ടുള്ള ഒബ്സർവേഷൻ, കുട്ടിയെ നല്ലപോലെ ക്ഷമയോടുകൂടി ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാം ഉള്ള ഈ വർക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ പ്രൊഫഷണലി ഈ രീതിയിൽ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ നമുക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് വേണോ ആ രീതിയിൽ ക്വാളിറ്റീസ് ഉള്ളൊരു പ്രൊഫഷണലി അറിയാവുന്ന ഒരാൾ തന്നെയായിരിക്കണം ആ ഒരു എൻവിയോൺമെന്റ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണ്. അതിന്റെ കൺസെപ്റ്റ്സ് ആണ് അടുത്ത് പറയുന്നത്. കൺസെപ്റ്റ്സ് ഓരോന്നായിട്ടുണ്ട്. ഫ്രീഡം ആണ് ഫസ്റ്റ് കൺസെപ്റ്റ്. ഫ്രീഡത്തിന്റെ ചില ഫീച്ചേഴ്സും പറയുന്നുണ്ട്. ഫ്രീഡം എങ്ങനെയാണ്, ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്. നെക്സ്റ്റ് വൺ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റിന്റെ എലമെന്റ്സ്, ആ ഒരു കൺസെപ്റ്റ്. ഓക്കെ, പ്രിപ്പയർഡ് എൻവിയോൺമെന്റ് ഫസ്റ്റ് വൺ ഫ്രീഡം ആണ്. അപ്പം ആരാ റീഡ് ചെയ്യാൻ, എവിടെ വരെ വായിക്കാൻ ഞാൻ പറയാം. ഫ്രീഡം ഫുൾ വായിക്കുക. അതിലെ ലിമിറ്റ്സ് ടു ഫ്രീഡം ഉണ്ട്. പല ലിമിറ്റ്സ്, റെസ്പെക്ട് ഫോർ അതേഴ്സ്, റെസ്പെക്ട് ഫോർ മെറ്റീരിയൽസ്, അങ്ങനെ 1, 2, 3 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നെക്സ്റ്റ് വായിക്കാം. ആദ്യം ഫ്രീഡത്തിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ, ജനറൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഫസ്റ്റ് റീഡ് ചെയ്യേണ്ടത്. ആരാണ് റീഡ് ചെയ്തിട്ടുള്ളത്? പ്രിപ്പയർഡ് എൻവിയോൺമെന്റ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ്, അതിലെ ഫസ്റ്റ് കൺസെപ്റ്റ് ആയ ഫ്രീഡം കൂടെ വായിക്കണം. ഞാൻ വായിക്കാം. യെസ് പ്ലീസ്. The prepared environment. The basic elements within the designed environment are concepts of freedom, structure and order, reality and nature, beauty and atmosphere, the Montessori material, and the development of community life. Freedom. Very often people think of freedom as doing what we like, which is not the case with authoritative Montessori education. One day, a lady called on Montessori school. She thought that in the school the children did what they liked, as the school was famous for its freedom. A little boy happily told her that it is not that we do as we like, but we like what we do. This is a brilliant example of what actual freedom is. Freedom in the Montessori classroom means free to do what is right. The child and the teacher work in combination in a designed environment to construct a community. The child learns to respect the rules. Choice is given for the child to select his own activity. The after effects of this freedom is self-discipline, concentration, individuality, and social interaction. Freedom is important for two reasons. First, it is only an atmosphere of freedom that the child can disclose himself to us. Since the teacher is to help the child's psychic development, the teacher should have the opportunity to watch the children in a free and open environment. Second, if the child owns within himself the pattern for his own development, this inner guide must be permitted to direct the child's growth. Montessori described a classroom that had gained her concept of freedom as a room in which all the children move about usefully, intelligently, and voluntarily without committing any rough and rude acts. സോ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റിലെ കൺസെപ്റ്റ് എലമെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലെ ഫസ്റ്റ് എലമെന്റ് ആണ് ഫ്രീഡം.
ഫ്രീഡം നമ്മൾ പറഞ്ഞു, കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്നു, അപ്പൊ അവർ ഇൻഡിപെൻഡന്റ് ആകുന്നു. അപ്പോ പൊതുവെ ജനറലി ഫ്രീഡം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പലരും പറയുന്നത്. ബട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വേറൊരാൾക്ക് ഡിസ്റ്റർബ്ഡ് ആകുന്ന രീതിയിലുള്ള ഒരു ഫ്രീഡം അല്ല നമ്മൾക്ക് ശരിക്കും എടുക്കേണ്ടത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് വേറൊരാളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഫ്രീഡം ആകരുത്. പല ആളുകളും എന്റർടൈൻമെന്റ് എൻജോയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും ചെയ്യും, പക്ഷെ അത് ചില ആളുകൾക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് മാറാറുണ്ട്. ഫ്രീഡം എന്ന് പറയുന്നത് അങ്ങനെ ഒരു മറ്റുള്ളവരെ സറൗണ്ടിങ്സിനെയും ചുറ്റുമുള്ള ആളുകളെയും ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലോ നേച്ചറിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഫ്രീഡം ആകരുത്. ഈ ബൈക്കിൽ ഭയങ്കരമായിട്ട് സൈലൻസർ ഓൺ ചെയ്ത് അങ്ങനെ ബൈക്ക് ഓടിച്ചു പോകുന്ന ആൾക്കാരില്ലേ, കുറേ നേരം നമുക്കൊരുമാതിരി തലവേദന, ഒച്ചയിങ്ങനെ നമ്മുടെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കൂലേ. അതൊരു തരം മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള കാര്യമാണ്. അതൊരു ഫ്രീഡം അല്ല, ശരിക്കും ശരിയായ രീതിയിലുള്ള ഫ്രീഡം അല്ല. പിന്നെ മോണ്ടിസോറി എൻവയോൺമെന്റ്, മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രീഡം ആണെന്ന് പൊതുവെ എല്ലാവർക്കും കേട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ലേഡി കോൾഡ് ഓൺ ആ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് അവർ വരുവാണ് ഒരു ദിവസം അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അവര് വിചാരിച്ചത് കുട്ടികൾക്ക് എന്തും ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടെന്ന്. ഡൂയിങ് വാട്ട് വി ലൈക്ക്, നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നത് ചെയ്യുന്നു, അതാണ് ഫ്രീഡം എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി ചെയ്യാനുള്ള, ചൂസ് ചെയ്യാനുള്ള മെറ്റീരിയൽസിന് ഫ്രീഡം അവർക്ക് കിട്ടുന്നു. അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് ചൂസ് ചെയ്ത് അവർ പോയിരുന്ന് ചെയ്യും. അപ്പൊ ശരിക്കും ആ ചെയ്യുന്നതിന് അവർ ഇഷ്ടപ്പെടുവാണ്, ആ ചെയ്യുന്ന ആക്ടിവിറ്റി. കാരണം അവർ ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയലിനെ എടുത്തുകൊണ്ട് വന്നാണ് ചെയ്യുന്നത്. ആ മെറ്റീരിയൽ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് അവർ ആക്ടിവിറ്റീസ് ചെയ്യുന്നു. ആ ആക്ടിവിറ്റീസിനെ കുട്ടികൾ ഇഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ ദേശീയ സ്ത്രീ ഇവിടെ വരുവാണ്, അവിടെ ഇഷ്ടമുള്ളത് ചെയ്യാന്നുള്ള രീതിയിലാണ് അവർ വരുന്നത്. അപ്പൊ ഒരു കൊച്ചു ആൺകുട്ടി വളരെ ഹാപ്പി ആയിട്ട് അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാന്നുള്ളതല്ല, ഞങ്ങൾ ചെയ്യുന്നതിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, അതാണ് ഞങ്ങളുടെ ഫ്രീഡം എന്ന് പറഞ്ഞു. ഞാൻ ക്വസ്റ്റ്യൻ എല്ലാ ബാച്ചിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു മറിയ മോണ്ടിസോറി അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു മോണ്ടിസോറി മെത്തേഡ് ഫ്രീഡം മീൻസ്, ഓപ്ഷൻ കൊടുക്കാറുണ്ട്. ഡൂയിങ് വാട്ട് വി ലൈക്ക്, വി ലൈക്ക് വാട്ട് വി ഡു, അങ്ങനെ ഓപ്ഷൻ കൊടുക്കും. അതായത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, നമ്മൾ ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നു, ആ ഒരു ആൻസർ ആണ് നമുക്ക് വരേണ്ടത്. അപ്പൊ ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വി ലൈക്ക് വാട്ട് വി ഡു, അതാണ് ആൻസർ. ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു ഞങ്ങൾ ചെയ്യുന്നതിനെ. അപ്പോ ക്ലാസ്സിൽ കയറാതെ, മീൻസ് ക്ലാസ് അധികം കണ്ടിട്ടില്ലാത്ത കുട്ടികള് ഇതിങ്ങനെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് മീനിങ് ഒക്കെ മനസ്സിലാക്കുമ്പോൾ ഓൾ ഓഫ് ദീസ് എന്നുള്ള ഓപ്ഷൻ പല കുട്ടികളും എഴുതി പോയിട്ടുണ്ട്. ക്ലാസ് കണ്ടിട്ടുള്ള കുട്ടികൾക്ക്, റെക്കോർഡ് ക്ലാസ് ആണെങ്കിലും അല്ലാതെ ലൈവിൽ കയറിയിട്ടുള്ളവർക്കാണെങ്കിലും ഈ ഫ്രീഡം എന്നുള്ളത് മനസ്സിലാകും. നമ്മൾ ചെയ്യുന്നതിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, അതാണ് മോണ്ടിസോറി എൻവയോൺമെന്റിലെ ഫ്രീഡം എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്നുള്ളതല്ല, ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഇതൊരു ബ്രില്യന്റ് എക്സാമ്പിൾ ആണ് ആക്ച്വൽ ഫ്രീഡം എന്നുള്ളത്. ഫ്രീ ടു ഡു വാട്ട് ഈസ് റൈറ്റ്, അതാണ് മോണ്ടിസോറി എൻവയോൺമെന്റ്. ശരിയായ കാര്യം കുട്ടികൾക്ക് ചെയ്യാനുള്ള ഫ്രീഡം, അതാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ. ഈ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററും കുട്ടികളും കംപ്ലൈന്റ് ആയിട്ടിരുന്നിട്ടാണ് ഇവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, ആ ഒരു ഡിസൈൻഡ് എൻവയോൺമെന്റിൽ ചെയ്യുന്നത്. അങ്ങനെ അവരൊരു കമ്മ്യൂണിറ്റി ലൈഫ് ശരിക്കും ബിൽഡ് ചെയ്യാണ് കുട്ടികൾ ഇതിലൂടെ. കുട്ടികൾ എല്ലാ കാര്യങ്ങളും റെസ്പെക്ട് ചെയ്യുന്നു. കാരണം നമ്മൾക്ക് ഒരാള് എല്ലാ ഫ്രീഡവും തരുന്നു, അപ്പോ നമ്മൾ എന്ത് ചെയ്യും? അയാളെ നമ്മൾ റെസ്പെക്ട് ചെയ്യൂലേ? അതുപോലെ തന്നെയാണ് ഇവിടെ കുട്ടികളും. ആ ഒരു എൻവയോൺമെന്റിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് ചൂസ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്കത് പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തികളോട് നല്ലൊരു അറ്റാച്ച്മെന്റ് ആയിരിക്കും അല്ലേ? അപ്പൊ അതുകൊണ്ട് അവിടെയുള്ള മറ്റു റൂളുകളെ റെസ്പെക്ട് ചെയ്യുന്നു. കാരണം അവിടെ വളരെ ജെന്റിലായിട്ട് നടക്കണം, സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും അവിടെയുള്ള ഫെസിലിറ്റേറ്റേഴ്സ് പറയും. അപ്പൊ അവർ ആ റൂൾസ് എല്ലാം അവർ ഫോളോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് അവരുടെ ഡിസിപ്ലിനും ഒബീഡിയൻസും എല്ലാം തന്നെത്താനെ ഡെവലപ്പ് ചെയ്തു വരുന്നത്. പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന കുറെ ഫ്രൂട്ട്സ് റിസൾട്ട് ആണ് സെൽഫ് ഡിസിപ്ലിൻ, കോൺസെൻട്രേഷൻ, ഇൻഡിവിജ്വാലിറ്റി ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻ. കുട്ടികൾ അവിടെ ഇന്ററാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും.
അതേസമയം ഒറ്റ കുട്ടിയും മിണ്ടരുത് ക്ലാസ്സിൽ എന്ന് പറഞ്ഞ് ഇരുന്ന സ്ഥലത്ത് നിന്ന് അനങ്ങരുത് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർ ക്ലാസ്സിൽ മിണ്ടുമില്ല, പരസ്പരം ഒരു ഭാഗത്തു നിന്ന് അനങ്ങുകയും ചെയ്യില്ല. ഞങ്ങൾ പ്രീഡിഗ്രി ആയിരുന്നു കേട്ടോ. പ്രീഡിഗ്രി കഴിഞ്ഞ് ഞങ്ങളുടെ ഗേൾസ് മാത്രമുള്ള കോളേജായിരുന്നു. ക്ലാസ്സിലെ കുറെ കുട്ടികൾ കോയമ്പത്തൂരുള്ള കാരുണ്യ എഞ്ചിനീയറിംഗ് കോളേജിലേക്കാണ് പോയത്. അവിടെ പരസ്പരം സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഉള്ള ഒരു കോളേജാണ്. ഇപ്പൊ എങ്ങനെയാന്ന് എനിക്കറിയില്ല. പറയുമായിരുന്നു കുട്ടികൾ ഭയങ്കര ശ്വാസം മുട്ടാണ് ക്ലാസ്സിൽ. നമുക്ക് നമ്മുടെ അടുത്തിരിക്കുന്ന ആളോടൊന്ന് സംസാരിക്കുക, എന്തെങ്കിലും പഠിക്കാനുള്ള കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുന്നതൊക്കെ അങ്ങനെ ഒരു അന്തരീക്ഷമാണല്ലോ പലപ്പോഴും സ്കൂളുകളിലും നമ്മളിപ്പോ ഇവിടെയാണെങ്കിലും അല്ലെ. അപ്പൊ ആ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ അവിടെ നടക്കുന്നില്ല. പക്ഷെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട്. അവർക്ക് ഇന്ററാക്ട് ചെയ്യാം. പലപ്പോഴും കുഞ്ഞു മക്കള് സാധാരണ സ്കൂളിൽ പഠിക്കുമ്പോൾ മിണ്ടാൻ പാടില്ല എന്ന് പറയുമ്പോഴേക്കും ഇവർക്ക് ഭയങ്കര അസ്വസ്ഥതയാണല്ലേ. കാരണം അവര് എങ്ങനെ സംസാരിക്കണം ആ ഒരു രീതിയിലാണ് അവര്. അപ്പൊ എങ്ങനെ വരുമ്പോ ആ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ ഒക്കെ ആ ഒരു ടൈമില് എങ്ങനെ കുറയും. പിന്നെ ചില സ്കൂളുകളിൽ ടൈം കൊടുക്കും. നിങ്ങൾ ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ശബ്ദം ഉണ്ടാക്കാതെ എല്ലാരും കൂടെ ചെയ്യാം എന്നൊക്കെ ചില ടീച്ചർമാര് സമയം കൊടുക്കാറുണ്ട്. അപ്പോൾ ഫ്രീഡം കൊടുക്കുമ്പോഴാണ് കുട്ടിക്ക് കുട്ടിയുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പറ്റുന്നത്, പുറത്തേക്ക് പ്രകടിപ്പിക്കാനായിട്ട് പറ്റുന്നത്. മിണ്ടാതിരിക്കണം, അടങ്ങിയിരിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും അവർക്ക് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പലതും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരും. കുട്ടിയുടെ സൈക്കിക് ഡെവലപ്മെന്റ് മുന്നോട്ട് വരാനായിട്ടുള്ള ഒരു ഹെൽപ്പ് തന്നെയാണത്. കുട്ടി അത് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഫെസിലിറ്റേറ്റർ ചെയ്യേണ്ടത് കുട്ടിയെ വാച്ച് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. കുട്ടി അറിയാതെ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാവും. അറിയാതെ കുട്ടി ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും കുട്ടിയുടെ മൂവ്മെന്റും എല്ലാം ഒബ്സർവ് ചെയ്യുക. അവന്റെ ഇന്നർ ഗൈഡ് ആണ് അവനെ ഓരോന്നും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അത് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അവന്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യലാണ് പുറത്തേക്ക് വരുന്നത്. ഉള്ളിൽ നിന്നും ഒരു ഫോഴ്സ് ആണ് അവനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. നമ്മളുടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതും ചിന്തിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നതിനനുസരിച്ചല്ലേ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഫ്രീഡം കൊടുക്കുമ്പോൾ കുട്ടികളിൽ പല ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്ത് വരുവാണ്. അവര് ആ ഒരു ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവര് തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യുന്നു. റഫായിട്ടുള്ള റൂഡായിട്ടുള്ള ആക്ട്സ് ഒന്നും കമ്മിറ്റ് ചെയ്യാതെ, കാരണം അവരെ സ്ട്രിക്റ്റ് ആയിട്ടല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. സ്ട്രിക്റ്റ് ആയിട്ട് നിർബന്ധിപ്പിച്ച് ചെയ്യുമ്പോഴേക്കും കുട്ടി ചിലപ്പോൾ ദേഷ്യപ്പെട്ട് ശരിയായ രീതിയിൽ ചെയ്യണമെന്നില്ല. അതേസമയം ഒരു ഫ്രീഡം കൊടുത്ത് അവന് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് ചെയ്യാനാണെങ്കിൽ വളരെ ഇന്റലിജന്റ് ആയിട്ട് തന്നെത്താനെ വോളണ്ടറി തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യും. ഇനി ഫ്രീഡത്തിന് മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഫ്രീഡത്തിന് ലിമിറ്റ്സ് ഉണ്ട്. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്ന. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. അപ്പൊ അതെങ്ങനെയാണ് ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. കാരണം നമ്മള് ഒരു കുട്ടികളാണെങ്കിലും ഓരോ പ്രായത്തിലാണെങ്കിലും നമ്മൾക്ക് ഫ്രീഡം കൊടുത്താലും പാരന്റ്സിന് അറിയാം ഒരു ലിമിറ്റ് വരെയുള്ള ഫ്രീഡമേ പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കിളിന്റെ വലിപ്പം എത്ര, കുട്ടി നടുക്കാണെങ്കിൽ എത്രത്തോളം കൂട്ടണം കുറയ്ക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. നമ്മൾ സെറ്റ് ചെയ്യും അതിന്റെ ബൗണ്ടറീസ്. കുട്ടി ആലോചിക്കുമ്പോൾ കുട്ടിക്ക് ഫ്രീഡം ആണ് കിട്ടിയത് അങ്ങനെ. പക്ഷെ അതിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കണം. പട്ടം കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ അതിനെ മുകളിലേക്ക് പറത്തി വിടുന്ന പോലെ തന്നെ പട്ടത്തിന് സ്കൈയിൽ ഇങ്ങനെ പറക്കാനുള്ള എല്ലാ ഫ്രീഡവും ഉണ്ട്. പക്ഷെ അത് താഴെ നിന്നും കൺട്രോൾ ചെയ്യുന്നത് ആരെങ്കിലും ഒരാൾ ആ ത്രെഡ് പിടിച്ചാലല്ലേ അത് കറക്റ്റ് ആയിട്ട് അത് പറ്റുള്ളൂ. അപ്പൊ അതിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കണം. അപ്പൊ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ അത് ആ ലിമിറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. അതൊരു 13 പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലെ 1, 2, 3, 4 ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്തു. Yes, please. There are limits to freedom within a Montessori environment. First one, respect for others. The child is free to carry any activity as long as he is not violating the rights of others in the classroom. Second, respect for material. He must be able to work with any material in the classroom until the time he uses it in the correct fashion. He is free to use the materials as exhibited by this teacher or in any other ways without disruption to the class or to the environment.
respect to the environment. The child has complete independence within the designed environment as long as the treats all aspects of it with care and respect. He should treat all children and teachers with grace and courtesy. He should care for the physical aspects of it to the best of his ability. Respect for himself. It is not enough for the child to consider others with mercy and courtesy. He has to respect himself. He must use the material with respect to himself without self-destruction. ഓക്കെ ഓക്കെ. സോ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. ആ ലിമിറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയുള്ള ഫ്രീഡം ആണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന്റെ ലിമിറ്റ്സ് എന്തൊക്കെയാണ്. ഫ്രീഡം കിട്ടി എന്ന് പറഞ്ഞാൽ അവിടെ നിറയെ ഓടി നടന്ന് അവിടെ മുഴുവനും ഡിസ്റ്റർബ് ചെയ്ത് ആ ഒരു രീതിയിലുള്ള ഫ്രീഡം അല്ല. ചുറ്റുമുള്ള ആളുകളെയും മെറ്റീരിയൽസിനെയും ആ ഒരു സറൗണ്ടിങ്സിനെയും അവനവനെ തന്നെയും റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ ഇത് ചെയ്യണം, ഇത് ഞാൻ ചെയ്യാൻ പാടില്ല എന്നുള്ള ഇത് ആ ഒരു തോട്ട്, ആ ഒരു കൺസെപ്റ്റ് കുട്ടിക്ക് കിട്ടും. കാരണം ഇവനെ ഈ ഒരു രീതിയിൽ ഇൻഡിപെൻഡന്റ് ആകാനുള്ള ഫ്രീഡം കൊടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും. ദാറ്റ് ഇസ് സ്പീക്ക് സോഫ്റ്റ്ലി, മൂവ് ജെന്റ്ലി എന്നൊക്കെ പറയുമ്പോഴേക്കും കുട്ടിക്ക്, കാരണം ഒരു കൊച്ചു കുട്ടിക്ക് അവന്റെ എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു കൊടുക്കുന്ന ഏതെങ്കിലും ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അവർ പറയുന്നതൊക്കെ അവൻ അനുസരിക്കും. ഇതുപോലെ നീ ചെയ്യണം. അപ്പൊ പിന്നെ ചിലപ്പോ ഗ്രാൻഡ് പാരന്റ്സിൽ ആരെങ്കിലും ആയിരിക്കും അവരനുസരിക്കുക. അമ്മയായിട്ട് ഭയങ്കര ഇതായിരിക്കും, അല്ലെങ്കിൽ അമ്മ പറയുന്നത് കേൾക്കുമായിരിക്കും, അല്ലെങ്കിൽ അച്ഛൻ പറയുന്നത് കേൾക്കുമായിരിക്കും. അങ്ങനെ ആരെങ്കിലും ഒരു കെയർ ഗീവർ വളരെ ക്ലോസ്ഡ് ആയിരിക്കും. ആ ഒരു കുട്ടിയുടെ രീതികൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ കുട്ടി ആ വ്യക്തിയോട് ഭയങ്കര ഒരു റെസ്പെക്ട് കാണിക്കും. ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ ഒബേ ചെയ്യും, അല്ലെ. ആ ഇതേ ഒരു മെത്തേഡിൽ തന്നെയാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് കാര്യവും ഫ്രീ ആയിട്ട് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ എന്ന് കരുതി ആ ഒരു എൻവയോൺമെന്റിന്റെ പല കാര്യങ്ങളും വയലേറ്റ് ചെയ്യില്ല. അതിനെ ക്രോസ് ചെയ്യുന്ന ലിമിറ്റ് ക്രോസ് ചെയ്യുന്ന രീതിയിൽ കുട്ടി ചെയ്യില്ല. അതാണ് റെസ്പെക്ട് ഫോർ അതേഴ്സ്. പിന്നെ മെറ്റീരിയൽസ്, അവന് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആ മെറ്റീരിയൽസ് വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യും. ദാറ്റ് ഇസ് റെസ്പെക്ട് ഫോർ മെറ്റീരിയൽസ്. നെക്സ്റ്റ്, റെസ്പെക്ട് ടു ദി എൻവയോൺമെന്റ്. കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഉണ്ട് ആ ഒരു എൻവയോൺമെന്റിൽ. അപ്പം അങ്ങനെ കൊടുക്കുമ്പോഴേക്കും അവൻ എല്ലാ കാര്യങ്ങളെയും വളരെ കാര്യമായിട്ട്, കാരണം അവൻ അത് ചെയ്യാനുള്ള ഫ്രീഡവും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇത് ആക്ച്വലി അല്ലേ വിസ്മയ? എന്നെ വിളിച്ചോണ്ടിരിക്കണ്ടല്ലോ, അറിയില്ലേ? ക്ലാസ്സസ് ഉണ്ടെന്ന് അറിയില്ല തോന്നുന്നു. വിസ്മയ കയറിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? വിസ്മയ നിങ്ങളുടെ ബാച്ചിലല്ലേ അല്ലേ? യെസ് മാം. Yes. വിസ്മയ റെക്കോർഡ് ക്ലാസ് ആണോ കാണാറ്? അറിയോ? അറിയില്ല. യെസ് മാം, റെക്കോർഡ് ക്ലാസ് തോന്നുന്നു. പക്ഷെ അതെ. ആള് ഇന്ന് ട്രെയിനിങ് പോകുന്നുണ്ട് തോന്നുന്നു. ഓ, ടീച്ചിങ് പ്രാക്ടീസിനല്ലേ? ഓക്കെ. ഇപ്പൊ കോള് വരുന്നുണ്ട്, അതാ ഞാൻ ചോദിച്ചേ. ഓക്കെ. റെസ്പെക്ട് ടു ദി എൻവയോൺമെന്റ്. നെക്സ്റ്റ്, ആ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റിനെ റെസ്പെക്ട് ചെയ്യുന്നു വിത്ത് ഗ്രേസ് ആൻഡ് കർട്സി. എല്ലാ റെസ്പെക്റ്റോടു കൂടിയുള്ള പെരുമാറ്റം ആ ഒരു രീതിയിൽ വളരെ ജെനുവിൻ ആയ രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നു എൻവയോൺമെന്റിനെ അവന്റെ എബിലിറ്റിക്ക് അനുസരിച്ച്. പിന്നെ അവനവനെ തന്നെ റെസ്പെക്ട് ചെയ്യുന്നു. ആ മെറ്റീരിയൽസ്, അവൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അവന്റെ എന്താ പറയാ, അവന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ അവൻ യൂസ് ചെയ്യുമ്പോൾ വളരെ നീറ്റായിട്ട് ഉപയോഗിക്കണം. നല്ല രീതിയിൽ അവൻ അതിനെ കൈകാര്യം ചെയ്യുന്നു. സോ അങ്ങനെ അവൻ ചെയ്യുമ്പോൾ അവൻ അത് നല്ല രീതിയിൽ അവൻ അത് തിരിച്ച് വെച്ച് കഴിയുമ്പോൾ അവനോട് തന്നെ ഒരു റെസ്പെക്ട് തോന്നുന്നു. ഞാനത് നന്നായി വെച്ചല്ലോ, ദാറ്റ് ആ ഒരു, അപ്പൊ അവനെ തന്നെ റെസ്പെക്ട് ചെയ്യുന്നു. എനിക്കത് നന്നായി ചെയ്യാൻ പറ്റിയല്ലോ, ആ ഒരു രീതിയിൽ അവന് വരും. ഇതെല്ലാം ഫ്രീഡം കൊടുക്കുന്നത് കൊണ്ടുള്ള ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഓക്കെ. നെക്സ്റ്റ്, 5ഉം 6ഉം ആരെങ്കിലും റീഡ് ചെയ്യാമോ? 5ഉം 6ഉം. യെസ്.
യെസ് മാം, ഞാൻ വായിക്കാം. 5th one, right മാം? 5ഉം 6ഉം വായിച്ചോളൂ, രണ്ടും ഒരുമിച്ച്. Okay. Progress at his own rate of development. No child is ever retreated in a Montessori environment. Each child is permitted to develop at his own rate. Since all activities in the Montessori environment are individually presented to each child, children are permitted to develop at his pace. No competition and rewards are permitted in the environment. In the classroom environment, we talk about independence within limits. We allow children freedom in many aspects. 6th one, freedom of movement. Children are permitted to move around the classroom as they like, in whatever way they please, the inside as well as the outside of the classroom. Since of this freedom of movement, the Montessori classroom is not divided between work periods. Okay. So, okay, so progress at his own rate of development ആണ് നമ്മൾ പറഞ്ഞത്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഒരു കുട്ടിയും റിട്രീറ്റ് ചെയ്യുന്നില്ല, അതായത് ബാക്കിലേക്ക് ഒരു സൈഡിലേക്ക് ആക്കുകയും എല്ലാവരെയും മുന്നോട്ട് ആക്കുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ആണ് മോണ്ടിസോറി എൻവയോൺമെന്റ്. മൂവ് ബാക്ക്, അതായത് ബാക്കിൽ പോയിരിക്കൂ, നീ ഇപ്പൊ ചെയ്യേണ്ട, ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും മോണ്ടിസോറി എൻവയോൺമെന്റിലല്ല. എല്ലാ കുട്ടികൾക്കും അവരുടെ ഓൺ സ്പീഡിൽ, ഓൺ റേറ്റ്, ഓൺ പേസ്, അതല്ല സെയിം ആണ്, ഓൺ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉള്ള ഫ്രീഡം അവിടെയുണ്ട്. ഒരു കുട്ടി ഒരു ആക്ടിവിറ്റി 10 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കുമായിരിക്കും, വേറൊരു കുട്ടി അത് പക്ഷെ ഹാഫ് ആൻ അവർ എടുക്കുമായിരിക്കും, വേറൊരു കുട്ടിക്ക് 1 മണിക്കൂറായിരിക്കും. അപ്പോൾ അതിനുള്ള എല്ലാ പെർമിഷനും എല്ലാ ഒരു ഫെസിലിറ്റിയും മോണ്ടിസോറി എൻവയോൺമെന്റ് ഉണ്ട്. സാധാരണ ഒരു ക്ലാസ് റൂമില് 40 പീരീഡിന്റെ ഒരു പീരീഡ് ആയിരിക്കാം, അതിന്റെ ആ ലിമിറ്റേഷനും ഉണ്ട് കേട്ടോ. ടീച്ചർ ഒരു പ്രോബ്ലം ബോർഡിൽ എഴുതുന്നു, കുട്ടികളോട് ചെയ്യാൻ പറയുന്നു. ചില കുട്ടികൾ പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിച്ച് അവർ ഫിനിഷ് ചെയ്യും. ചില കുട്ടികൾക്ക് ആൻസർ അറിയാം, പക്ഷെ ദേ നീഡ് മോർ ടൈം, അവർക്ക് ചിലപ്പോൾ കൂടുതൽ സമയം വേണ്ടി വരും അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അവരുടെ സമയം എടുത്ത് പകുതിയാവുക, ചില കുട്ടികൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പൊ അത് രണ്ടാമത്തെ കാറ്റഗറി, അവരുടെ സമയം എടുത്ത് ചെയ്ത് പകുതിയാവുമ്പോഴേക്കും ടീച്ചർ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ഫുൾ വൈപ്പ് ഔട്ട് ചെയ്ത് കളയും. അപ്പൊ അവിടെ കുറെ കുട്ടികൾ ഡെവലപ്പ് ആകുന്നില്ല. ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഒന്ന് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും, പക്ഷെ അതിനുള്ള ഒരിത് കിട്ടാതെ പോകുന്നു. അതുകൊണ്ടാണ് മോണ്ടിസോറി എൻവയോൺമെന്റില് പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാത്ത, ഒരു ടൈം കൺസ്ട്രെയിൻസ് ഇല്ല. ഓരോ കുട്ടിക്കും അവരുടെ സമയമെടുത്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, അവർക്ക് ഈ ഒരു ക്ലാസ് റൂമിലൂടെ, ക്ലാസ് റൂം എന്ന് പറയാനുള്ള എൻവയോൺമെന്റ് എന്നാണ് പറയുന്നത്, അതിന്റെ ഔട്ട് സൈഡിലേക്കൊക്കെ മൂവ് ചെയ്യാനുള്ള എല്ലാ ഫ്രീഡവും ഉണ്ട്. ഒരു മോണ്ടിസോറി സ്കൂളിന്റെ ഒരു പ്രത്യേകതയാണ് ഇൻസൈഡ് പോർഷനും ഔട്ട്സൈഡ് പോർഷനുമായിട്ട് കണക്ട് ചെയ്ത് നിറയെ വരാന്തകൾ ഉണ്ടാവും. കുട്ടിക്ക് ഫ്രീ ആയിട്ട് വേറൊരാളുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെത്താനെ പുറത്തേക്ക് ഇറങ്ങാനും പുറത്തുനിന്ന് അകത്തേക്ക് കയറാനും പറ്റും. മെയിൻ ഗേറ്റ് ലോക്ക്ഡ് ആയിരിക്കും കേട്ടോ, അത് നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് അല്ലെ. അങ്ങനെ അതുകൊണ്ട് ഇവിടെ വർക്ക് പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. കുട്ടികൾക്ക് എല്ലാ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഉണ്ട്. സാധാരണ ക്ലാസ് റൂം ആകുമ്പോഴേക്കും ആ ഒരു ടൈമില് ബെഞ്ചിൽ നിന്ന് അനങ്ങാൻ പാടില്ല, അവിടെ തന്നെ അങ്ങനെ ഇരിക്കണം അല്ലെ. ഇവിടെ അങ്ങനെയില്ല, കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. മൂവ്മെന്റ് അത് അവരുടെ ഡെവലപ്മെന്റ് കാരണമാകുന്നു എന്ന് പറയുന്നു. നമ്മള് ചിന്തിച്ചറിയാവുന്ന ഇപ്പൊ മിൽറോസ് മിസ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് മൂവ്മെന്റിനെ കുറിച്ചല്ലേ. അപ്പൊ നമ്മൾ നോർമലി നമ്മുടെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് അങ്ങനെ നമ്മളുടെ ഒരു നോർമൽ റൊട്ടീൻ അങ്ങനെയാണ് പോകുന്നതെന്ന് വിചാരിക്കുക. അതേസമയം നമ്മൾക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു മാരേജ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക നമ്മുടെ വീടിനടുത്ത്. അപ്പോൾ തലേ ദിവസം പ്രോഗ്രാം ഉണ്ട്, മാരേജിന് അന്നുണ്ട്, പിറ്റേ ദിവസം പ്രോഗ്രാം ഉണ്ട്, 3 ദിവസത്തെ കാര്യങ്ങളാന്ന് വിചാരിക്കുക. അപ്പൊ ആ വീട്ടിലുള്ളവര് നമ്മളുമായിട്ടുള്ള എല്ലാ അടുപ്പത്തിന്റെ പേരിൽ നമ്മളോട് ഒന്ന് പറയാം, വീട്ടിൽ ഫുഡൊന്നും വെക്കേണ്ട, ഈ 3 ദിവസം നമ്മളുടെ അവിടെ നിന്ന് നിങ്ങൾ കഴിച്ചാൽ മതി, എല്ലാരും വരണം. വീട്ടില് അടുക്കള ഓണില് കത്തിക്കുന്നില്ല, നമ്മളെല്ലാം അവിടെ തന്നെ. നമ്മളങ്ങ് ക്ഷീണിച്ചു പോകൂല്ലേ, കാരണം നമ്മുടെ റെഗുലർ മൂവ്മെന്റിൽ നിന്ന് മാറി വേറൊരു സിസ്റ്റത്തിലേക്ക് പോയപ്പോ നമ്മളങ്ങ് ടയേർഡ് ആവുന്നു. അതേസമയം നമ്മൾ ദിവസം ചെയ്യുന്ന ആക്ടിവിറ്റീസ്
ഒരു ക്ഷീണവുമില്ലാതെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഉണർവാണ്. അതാണ് മൂവ്മെന്റ് ആണ് ഡെവലപ്മെന്റിന്റെ കാരണം എന്ന് പറയുന്നത്. മറ്റേത് ആകെ ഒരുമാതിരി ക്ഷീണിച്ച് ഒരു അസ്വസ്ഥതയോ എന്തൊക്കെയൊക്കെയോ ബുദ്ധിമുട്ട് നമുക്ക് തോന്നും. ഓക്കെ, ബാക്കിയുള്ളത് 13 പോയിന്റ്സ് ഫ്രീഡം അതിന്റെ ലിമിറ്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. സോ നമുക്ക് അതിനെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, സോ വായിച്ചിട്ട് വരാൻ പറ്റുമെങ്കിൽ വായിച്ചിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടെ കാര്യങ്ങൾ നിങ്ങൾക്കും ഷെയർ ചെയ്യാൻ കിട്ടും. ആദ്യമായിട്ട് വായിക്കുന്ന പെട്ടെന്ന് ഈ ഒരു ടോപ്പിക്സ് കുറച്ചൊന്ന് വായിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നമുക്ക് എന്തെങ്കിലുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ കണക്ട് ചെയ്തിട്ടൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, നോക്കൂ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. ബൈ. Thank you, ma'am.